ഹലോ പ്രിയപ്പെട്ടവർ, സേഫ് എഡ്യൂക്കേഷൻ. നമ്മളിങ്ങനെ പ്രീമിയം മാരത്തോണായിട്ടൊക്കെ ഇങ്ങനെ ലാസ്റ്റ് വീക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആരെങ്കിലും വൈഫർ എഡ്യൂക്കേഷൻ്റെ ലേറ്റസ്റ്റ് മാരത്തോണോ മുൻവർഷങ്ങളുടെ മാരത്തോണോ കാണാത്തുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുക. ഏകദേശം 22-ലധികം മണിക്കൂറുകളാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 2 ഡേയ്സിലായിട്ട് 10, 11, 12 hours ആയിട്ടൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നമ്മൾ കൂടുതലായിട്ട് തിയററ്റിക്കൽ ആസ്പെക്റ്റുകൾ. ഇപ്പോൾ മാത്സ് ഡാറ്റൊക്കെ കുറേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും എൻവിയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ പോലെയുള്ള പല ആസ്പെക്റ്റുകളിലൊക്കെ നമ്മൾ തിയററ്റിക്കൽ ആസ്പെക്റ്റുകൾ, സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സെറ്റ് ഓഫ് വീഡിയോസിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മാരത്തോണിൻ്റെ ആസ്പെക്റ്റിലേക്കൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആരെങ്കിലും അത് കാണാത്തുണ്ടെങ്കിൽ അത് കാണുക. ഞാനത് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും കേവലം മാരത്തോണിൻ്റെ ആസ്പെക്റ്റ് എന്നുള്ളതിലേക്ക് കണ്ടിന്യൂഷൻ എന്നതിനേക്കാൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അഥവാ അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാം. പക്ഷേ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കൂടി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. സോ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യനൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ വി ഹാവ് മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വി ഹാവ് ടു മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ വി ഹാവ് ലിസ്റ്റ് 1 എൻവിയോൺമെൻറ്റൽ പ്രോട്ടോകോൾസ് ഓർ കൺവെൻഷൻസ്. ആൻഡ് ഇയർ ഓഫ് ആക്ഷൻ അഡോപ്ഷൻ ആണ്. അതായത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഉണ്ട്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ട്. ഇയർ ഓഫ് ആക്ഷൻ അഡോപ്ഷൻ 1997 ഉണ്ട്, 2015 ഉണ്ട്, 1992 ഉണ്ട്, 2008 ഉണ്ട്. സോ എന്താണ് ഉത്തരം പറയൂ. ചിലതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പല വീഡിയോകളിലായി ഡിസ്കസ് ചെയ്തതാണ്. മാരത്തോൺ നമ്മൾ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കൺവെൻഷൻ, ബയോഡൈവേഴ്സിറ്റി, ക്യോട്ടോ ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മുൻ വർഷങ്ങളുടെ മാരത്തോണിലും ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റിലേക്കൊക്കെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So what will be the answers? അപ്പോൾ നമുക്ക് വിൽ ട്രൈ ടു. സോ വി ഹാവ് ദ ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൂടി തരാം. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും അല്ലേ, ഭൂമിയുടെ ഇഫ് ദിസ് ഈസ് ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും അങ്ങനെ തന്നെ ചോദിച്ചത് കൊണ്ടാണ് ആ ടേം ഞാൻ യൂസ് ചെയ്തത്. ഇടയിലുള്ള രാജ്യങ്ങളുടെ സോളാർ എനർജി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യുക, ബെറ്റർ സസ്റ്റൈനബിൾ റിന്യൂവബിൾ എനർജി ഫ്യൂച്ചറിൽ ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള വാട്ട് വി ക്യാൻ സേ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു പ്ലാറ്റ്ഫോമാണ് വി ഹാവ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയാണ് വരുന്നത്, ഗുരുഗ്രാം ഗുർഗോൺ ഇന്ത്യയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇത് 2015 തന്നെയാണ് വരുന്നത്. 2015 December 12 or something. So it is in 2015. So we have International Solar Alliance എന്ന് പറഞ്ഞാൽ സോളാർ എനർജി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും ഇടയിലുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് വി ഹാവ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. വി ഹാവ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. സോ വി ഹാവ് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി. കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 1992 we have a Rio Summit. We have a Rio Summit. Rio Summitൻ്റെ ഭാഗമായിട്ട് we have 3 conventions. We have ബയോഡൈവേഴ്സിറ്റിയുമായി ഡീൽ ചെയ്യുന്ന ഒരു കൺവെൻഷൻ,
കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ചുമായി ഡീൽ ചെയ്യുന്ന ഒരു കൺവെൻഷൻ, യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ദെൻ ഡെസേർട്ടിഫിക്കേഷനുമായി ഡീൽ ചെയ്യുന്ന ഒരു കൺവെൻഷൻ, യുണൈറ്റഡ് നാഷൻ കൺവെൻഷൻ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ. സോ ഇതെല്ലാം 1992 റിയോ സമ്മിറ്റിന്റെ ഔട്ട്കം ആയിട്ട് വരുന്ന 3 കൺവെൻഷനുകളാണ്. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റിയുമായി ഡീൽ ചെയ്യുന്നത്, യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ക്ലൈമറ്റ് ചേഞ്ചുമായി ഡീൽ ചെയ്യുന്നത്, ഡെസേർട്ടിഫിക്കേഷനുമായി ഡീൽ ചെയ്യുന്നത് യുണൈറ്റഡ് നാഷൻ കൺവെൻഷൻ ടു കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ. ഓക്കെ, ഇതിൽ തന്നെ ഈ ബയോഡൈവേഴ്സിറ്റിയുമായി ഡീൽ ചെയ്യുന്ന CBDയുടെ ഭാഗമായിട്ട് 2 പ്രോട്ടോകോൾ വരുന്നുണ്ട്, കാർട്ടാഗന പ്രോട്ടോകോൾ ആൻഡ് നഗോയ പ്രോട്ടോകോൾ. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന 2 പ്രോട്ടോകോൾ. പിന്നെ UNFCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഫേമസ് ഇതിൽ തന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ള ക്യോട്ടോ പ്രോട്ടോകോൾ. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോകോൾ. സോ വി ഹാവ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നുള്ളത് 2015 ആണ്. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത് 1992 ആണ്. ദെൻ വി ഹാവ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഓക്കെ, ഓപ്ഷൻ സിയിലേക്ക് വരാം കേട്ടോ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ 1992 ഈ റിയോ സമ്മിറ്റ് ഉണ്ടാവുന്നത്. ഈ ക്യോട്ടോ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്യുന്നത് ക്യോട്ടോയിൽ വെച്ചിട്ടാണ് 1997. ഓക്കെ, സോ ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നത്. ദെൻ വി ഹാവ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് 8 മിഷൻസ് ഉണ്ട്. ഓക്കെ, നാഷണൽ മിഷൻ ഓൺ ഗ്രീൻ ഇന്ത്യ, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനിങ് ഹിമാലയൻ ഇക്കോസിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 8 NAPCC സിലബസിലുണ്ട്. NAPCC നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷൻ സ്പെസിഫിക് ആയിട്ടുള്ള, കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് കൺട്രോൾ ചെയ്യാനുള്ള ക്ലൈമറ്റ് ചേഞ്ച് മാനേജ് ചെയ്യാനുള്ള ഒരു ആസ്പെക്റ്റ് ആണ് NAPCC. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2008. ഓക്കെ, സോ NAPCC സ്റ്റാർട്ട് ചെയ്യുന്നത് വി ഹാവ് 2008. സോ വി ഹാവ് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. സോ വി ഹാവ് ഓപ്ഷൻ A is 2, C. Option B is 3, C. Option C is 4. Okay, option D is 1. So we have option B as the correct answer. Okay, we have option B as the correct answer. I hope it's clear. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ ഒരു സിമ്പിൾ ആസ്പെക്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ളതാണ്. വി ഹാവ് ഓപ്ഷൻ ബി എസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് വി ഹാവ് ഓപ്ഷൻ ബി എസ് എ കറക്റ്റ് ആൻസർ. സോ ട്രൈ ടു ആൻസർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വെൻ വാസ് ദ പാരീസ് അഗ്രിമെന്റ് അഡോപ്റ്റഡ്? എന്നാണ് പാരീസ് അഗ്രിമെന്റ്? എന്താണ് പാരീസ് അഗ്രിമെന്റ്? ഓക്കെ, വിൽ ബി ഡിസ്കസിങ് ലേറ്റർ. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഐഡിയ തരാം. സോ വെൻ വാസ് എ പാരീസ് അഗ്രിമെന്റ് അഡോപ്റ്റഡ്? When was the Paris Agreement adopted? അപ്പോൾ എന്താണ് പാരീസ് അഗ്രിമെൻറ്റ്? നിങ്ങൾ ആൻസർ കമൻറ്റ് ബോക്സിൽ എഴുതാം. നമുക്കൊരു ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്കൊരു നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡർ 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന ഒരു റിയോ സമ്മിറ്റ് നമുക്കുണ്ട്. ഓക്കെ, 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന ഒരു റിയോ സമ്മിറ്റ് നമുക്കുണ്ട്. ഈ റിയോ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ നമുക്കുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ നമുക്കുണ്ട്. ഈ ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2 കമ്മിറ്റ്മെൻറ്റ് പീരീഡ് ഉണ്ട്. ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡാണ് 2008 to 2012. സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡാണ് 2013 to 2020.
അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോള് 2020 കൂടി ഓൾമോസ്റ്റ് ഔട്ടാണ്. അതിനൊരു തേർഡ് കമ്മിറ്റ്മെന്റ് പീരിയഡ് ഇല്ല. നിലവിൽ നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ കമ്മിറ്റ്മെന്റ് പീരിയഡ് 3 ഒന്നുമല്ല പോകുന്നത്. ഓക്കെ, അതിനൊരു തേർഡ് കമ്മിറ്റ്മെന്റ് പീരിയഡ് ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും ചിലപ്പം ഇതിലൊരു ക്യോട്ടോ പ്രോട്ടോകോൾ ഒരു അനക്സ് 1 ഉണ്ട്, അനക്സ് 2 ഉണ്ട്, നോൺ അനക്സ് 1 ഉണ്ട്, അനക്സ് എ ഉണ്ട്, അനക്സ് ബി ഉണ്ട്. ഇതിൽ അനക്സ് 1 രാജ്യങ്ങളാണ് കുറയ്ക്കേണ്ടത്. അനക്സ് 2 രാജ്യങ്ങൾ കുറയ്ക്കുകയും ഫൈനാൻഷ്യൽ സപ്പോർട്ടാണ്. നോൺ അനക്സ് 1 രാജ്യങ്ങൾ കുറയ്ക്കേണ്ടതില്ല. ഐ മീൻ ഒരു അവർ പറഞ്ഞ എമൗണ്ടിനനുസരിച്ച് കുറയ്ക്കേണ്ടതില്ല. ഫസ്റ്റ് കമ്മിറ്റ്മെന്റിൽ 5% ഓഫ് 1990 സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരിയഡിൽ 18% ഓഫ് 1990 ആയിരുന്നു. ആ എമൗണ്ടിൽ നോൺ അനക്സ് 1 രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കുറയ്ക്കേണ്ടതില്ല. അപ്പോൾ അതുമായിട്ട് ഒരുപാട് വിയോജിപ്പുകളും ഈ അനക്സ് 1 രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിലെ പല അനക്സ് 1 രാജ്യങ്ങളും സെക്കൻഡ് കമ്മിറ്റ്മെന്റ്, അമേരിക്ക, റഷ്യ, അങ്ങനെയുള്ള പല രാജ്യങ്ങളും ഈ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരിയഡിൽ പിൻവാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തേർഡ് കമ്മിറ്റ്മെന്റ് പീരിയഡ് ക്യോട്ടോ പ്രോട്ടോകോളിന് ഉണ്ടായിട്ടില്ല. പക്ഷെ അതേസമയം തേർഡ് കമ്മിറ്റ്മെന്റ് പീരിയഡ് അതേസമയം ഒരു വാട്ട് വി ക്യാൻ സേ ഒരു തേർഡ് കമ്മിറ്റ്മെന്റ് പീരിയഡ് ക്യോട്ടോ പ്രോട്ടോകോളിന് ഇല്ലെങ്കിലും ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ലോകത്ത് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ഡീൽ ചെയ്യേണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ വന്നൊരു ആസ്പെക്റ്റ് ആണ് പാരീസ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. പാരീസ് അഗ്രിമെന്റിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ അതൊരു തേർഡ് കമ്മിറ്റ്മെന്റ് പീരിയഡ് ആണെന്ന് പറയാം. പക്ഷെ എക്സാക്ട്ലി അങ്ങനെയല്ല. എക്സാക്ട്ലി അങ്ങനെയല്ല എന്ന് വെച്ചാൽ ക്യോട്ടോ തേർഡ് എന്ന് പറഞ്ഞിട്ടല്ല അത് പറയുന്നത്. മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ 2020 ശേഷം ലോകത്തുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമൗണ്ട് കുറക്കാനുള്ള, ഗ്ലോബൽ വാർമിംഗ് കുറക്കാനുള്ള എഫേർട്ടാണ് പാരീസ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കമ്മിറ്റ്മെന്റ് പീരിയഡിന് ഉണ്ടായിരുന്ന പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നം എന്നല്ല, ഡെവലപ്ഡ് രാജ്യങ്ങൾ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ, ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഫസ്റ്റും സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരിയഡിൽ ക്യോട്ടോ നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നമ്മൾ കുറക്കണം, അത് കുറക്കാൻ പറ്റില്ല എന്നാണ്. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പാരീസ് അഗ്രിമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വി ഹാവ് INDC. ഫുൾ ഫോമും കോൺസെപ്റ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വി ഹാവ് INDC എന്ന് പറഞ്ഞാൽ വി ഹാവ് intended nationally determined contributions. So we have intended nationally determined contributions. So we have intended nationally determined കോൺട്രിബ്യൂഷൻസ് എന്നുള്ളതാണ് INDC എന്ന് പറയുന്നത്. ഇന്ത്യൻ്റെ നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ ഓരോരോ രാജ്യങ്ങൾക്കും തീരുമാനിക്കുക അവരെത്ര കുറക്കുന്നു, എന്നിട്ട് അതാണ് മെഷർ ചെയ്യുക. അപ്പം എന്താണ് പാരീസ് അഗ്രിമെന്റ് എന്നുള്ള ടേക്ക് കിട്ടിയെന്ന് കരുതുന്നു. ക്യോട്ടോ പ്രോട്ടോകോൾ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ലോകത്തുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമൗണ്ട്, ഗ്ലോബൽ വാർമിംഗ് കുറക്കാനുള്ള ഒരു സിസ്റ്റമാണ്. സോ വി ഹാവ് INDC, ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. പാരീസ് അഗ്രിമെന്റ് അഡോപ്റ്റ് ചെയ്തത് ഈ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡിന് മുമ്പ് തന്നെ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതിനപ്പുറത്തേക്ക് അത് 2012 ദോഹ സമ്മിറ്റിലൊക്കെ അത് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. 12 ഡിസംബർ 2015 അത് അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇനി ഒരു തേർഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് ഉണ്ടാവില്ല. ഇൻസ്റ്റഡ് വാട്ട് വിൽ ബി ഹാവിംഗ് ഈസ് having a new concept which is known as intended nationally determined contribution എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അത് പാരീസ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ളത്. പാരീസ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എൻവയോൺമെന്റൽ ഇൻസിഡന്റ് ഫ്രം ദ ഫോളോയിങ്. ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തോ നടന്നിട്ടുള്ള എൻവയോൺമെൻ്റൽ ഇൻസിഡൻസ് അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ ഡിസാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസ്പെക്റ്റുകൾ പറയാം. സോ ഫസ്റ്റ് വി ഹാവ് ഭോപ്പാൽ ആക്സിഡന്റ് വാസ് ഡ്യൂ ടു മീഥൈൽ ഐസോസൈനൈറ്റ്. ഓപ്ഷൻ 1. ഓപ്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഹിരോഷിമ നാഗസാക്കി ഇൻസിഡന്റ് വാസ് ഡ്യൂ ടു റിയാക്ടിവിറ്റി. ആൻഡ് ഓപ്ഷൻ C, Bhuj incident occurred due to poison gas. Option D, Fukushima nuclear power plant incident was due to earthquake. And option E, Chernobyl accident in Soviet Union occurred due to volcano.
ഏതാണ് ശരി? Which one is correct? What is your answer? Give me in the chat box. നമുക്ക് നോക്കാം. നമുക്ക് അറിയാൻ പലതും അല്ലേ. ഭോപ്പാൽ ആക്സിഡന്റ് ഡ്യൂ ടു മീഥൈൽ ഐസോസിനേറ്റ് നമുക്ക് അറിയുന്നൊരു സംഭവമാണ്. ഹിരോഷിമ നാഗസാക്കി എന്താ? ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് വാസ് ഡ്യൂ ടു റേഡിയോ ആക്ടിവിറ്റി. Okay, atom bomb nuclear bomb was due to radioactivity. അത് നമുക്കറിയാം. ബുജ് ഇൻസിഡന്റ് ഒക്കെ ഡ്യൂ ടു പോയിസൺ ഗ്യാസ്. ബുജ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ദാറ്റ് വാസ് ദ ഗുജറാത്തിലെ ഭുജിൽ നടന്ന ഉണ്ടായ എർത്ത് ക്വേക്ക്. ഇറ്റ് വാസ് നത്തിങ് റിലേറ്റഡ് ടു പോയിസൺ ഗ്യാസ്. ഇറ്റ് വാസ് സംതിങ് റിലേറ്റഡ് ടു എർത്ത് ക്വേക്ക്. ഫുക്കുഷിമ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻസിഡന്റ് വാസ് ഡ്യൂ ടു എർത്ത് ക്വേക്ക്. ഓക്കെ, ജപ്പാനിലെ ഫുക്കുഷിമയിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന് ഡാമേജുകൾ ഉണ്ടായി, റേഡിയേഷൻ പുറത്തു വിട്ടു എന്നൊക്കെ പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. ദാറ്റ് വാസ് ഡ്യൂ ടു എർത്ത് ക്വേക്ക്. അത് ഒരു എർത്ത് ക്വേക്ക് കാരണമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ചെർണോബിൽ ആക്സിഡന്റ് ഇൻ സോവിയറ്റ് യൂണിയൻ ഒക്കെ ഡ്യൂ ടു വോൾക്കാനോ. നമുക്കറിയാം ചെർണോബിൽ ഉക്രൈനിലാണ്, പക്ഷെ അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു അത് വോൾക്കാനോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഓക്കെ, അതുണ്ടാവുന്നത് വി ഹാവ് ഡ്യൂ ടു ന്യൂക്ലിയർ റേഡിയേഷൻ. ഓക്കെ, ന്യൂക്ലിയർ റേഡിയേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുണ്ടാവുന്നത്. സോ വി ഹാവ് ഓപ്ഷൻ എ, ബി ആൻഡ് ഇ as correct answer. Okay, so we have option A, B and E as the correct answer. Okay, we have option A, B and E as a correct answer. So we have no Chernobyl wrong on. A, B and D as the correct answer. A, B and D as the correct answer. We have option B as the correct answer. Moving to question number 4. Arrange the phases of modern approach to disaster management. Disaster managementന്റെ ഇനീഷ്യൽ ടു ഫൈനൽ ആസ്പെക്റ്റിലേക്കുള്ള സ്റ്റെപ്പുകൾ ഒന്ന് വാട്ട് വി ക്യാൻ സേ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് വിൽ ബി ദ ആൻസർ? Arrange the phases of modern approach to disaster management in order from initial to final. ഏതാണ്? അതായത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ എങ്ങനെയാണ്? സോ ഫസ്റ്റ് വൺ വിൽ ബി ഹാവിങ് ഏതായിരിക്കും? റിക്കവറി എന്ന് പറഞ്ഞാൽ റീകവർ ചെയ്യുക, പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ അത് വരുന്നതിന് റെഡി ആവുക, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, സോ വിൽ ബി ഹാവിങ് മിറ്റിഗേഷൻ എന്ന് പറയുമ്പം വിൽ ബി ഹാവിങ് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റുകൾ കുറക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. ഓക്കെ, ആദ്യമേ നമ്മൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇമ്പാക്റ്റുകൾ കുറക്കാനുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാക്കുക. നമ്മൾ പറഞ്ഞ പോലെ അതായത് അത് പ്രശ്നമില്ലാതിരിക്കാനുള്ള സ്റ്റെപ്പുകൾ. ഇപ്പം എർത്ത് ക്വേക്ക് ആണെങ്കിൽ എർത്ത് ക്വേക്ക് ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള സ്ഥലത്ത് പോയി നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ ആണെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, സൈക്ലോൺ ആണെങ്കിൽ ആ ഏരിയയിൽ വലിയ എന്താ പറയുക വാട്ട് വി ക്യാൻ സേ മതിലുകൾ പോലെയുള്ളതൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന പോലെ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി മിറ്റിഗേഷൻ. ഓക്കെ, സോ വിൽ ബി ഹാവിങ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആസ് മിറ്റിഗേഷൻ. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിറ്റിഗേഷൻ ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മിറ്റിഗേഷൻ ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പരമാവധി അത് വരാതിരിക്കാനോ അതിന് ഹാംഫുൾ ഇമ്പാക്റ്റ്. ഇനി രണ്ടാമത്തേതായിട്ട് അത് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുക. ഓൾറെഡി വന്നു കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുക. നാലാമത്തത് ഹാംഫുൾ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ സ്റ്റേജുകളൊക്കെ കഴിഞ്ഞു, അതിൻ്റെ റീകവറി പ്രോസസ്സ് നടക്കുക.
ഓക്കെ, ഹാംഫുൾ ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെന്ത് ചെയ്യാം, അതിൻ്റെ റിക്കവറി പ്രോസസ്സുമായി മുന്നോട്ട് പോകാം. സോ ദ ഫസ്റ്റ് വൺ മിറ്റിഗേഷൻ, ഹാംഫുൾ ഇമ്പാക്റ്റുകൾ വരാതിരിക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. സെക്കൻഡ് വൺ പ്രിപ്പയർനെസ്, അത് വരുന്നതിന് പ്രിപ്പയർ ആയിരിക്കുക. ആൻഡ് ദ തേർഡ് വൺ വന്നതിന് ശേഷം റെസ്പോണ്ട് ചെയ്യുക. ആൻഡ് ഫോർത്ത് വൺ ആഫ്റ്റർ ദാറ്റ് റിക്കവർ ചെയ്യുക. ഓക്കെ, റിക്കവർ ചെയ്യുക. ദിസ് ഈസ് ഇറ്റ്. സോ വിൽ ബി ഹാവിങ് ഓപ്ഷൻ ഡി, DBC as the correct answer. Okay, DBC as the correct answer. This is it. Moving to question number 5. Which of the following pertains to clean development mechanism under Kyoto Protocol? Kyoto Protocol clean development mechanism ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? Question number 5. Which of the following pertains to clean development mechanism under Kyoto Protocol? What is the answer? We have 4 options. We have option A, getting certified emission reduction credits for industrialized countries. Option B, reducing noise pollution. Option C, decreasing amount of chlorofluorocarbon. And option D, maintaining ozone layer. Which of the following pertains to clean development mechanism under Kyoto Protocol? First one, getting certified emission reduction credit for industrialized countries. Option B, reducing noise pollution. Option C, decreasing amount of chlorofluorocarbon. Option D, maintaining ozone layer. സോ എന്താണ് റിയോ സമ്മിറ്റ് പറഞ്ഞു, അതെങ്ങനെയാണ് UNFCCC ഉണ്ടായത് നമ്മൾ പറഞ്ഞു, അതെങ്ങനെയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെ ഉദ്ദേശം എന്താ? ലോകത്തുള്ള ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഹാംഫുൾ ഇമ്പാക്റ്റ് കുറക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമൗണ്ട് കുറക്കുക. സിമ്പിൾ. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അനക്സ് എയിൽ പറയുന്ന ഗ്യാസുകൾ കുറക്കുക. അപ്പം ഈ ക്യോട്ടോ മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങളുണ്ട്. ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ക്യോട്ടോ മെക്കാനിസംസ് എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻ്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. അതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. സെക്കൻഡ് വൺ ഈസ് ക്ലീൻ development. Second one എന്ന് പറഞ്ഞാൽ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആണ്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ വി ഹാവ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, സോ വി ഹാവ് ഫസ്റ്റ് വൺ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ വി ഹാവ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആണ്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ വി ഹാവ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ ആണ്. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുമ്പോൾ വി ഹാവ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ ആണ്. ക്ലിയർ? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നമ്മൾ ലേറ്റസ്റ്റ് മാരത്തോൺ തന്നെ പറയുന്നുണ്ട്. ഇത് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കൂടുതലുണ്ടാവും. ഓക്കെ, ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു രാജ്യത്തിൻ്റെ അടുത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഓരോരോ രാജ്യത്തിനും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രീൻ ഹൗസ് എമൗണ്ട് ആണ് അസൈൻഡ് എമൗണ്ട് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ രാജ്യത്തിൻ്റെ അടുത്തും എക്സ്ട്രാ ആയിട്ട് വരുന്ന അസൈൻഡ് എമൗണ്ട് യൂണിറ്റ് മറ്റൊരു രാജ്യത്തിന് വിൽക്കുന്നത്, അതിനനുസരിച്ച് പൈസ വാങ്ങുന്നതൊക്കെയാണ് അസൈൻഡ് ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഒരു ഡെവലപ്ഡ് രാജ്യം, അനക്സ് 1 രാജ്യം അല്ലെങ്കിൽ അനക്സ് ബി രാജ്യം മറ്റൊരു ഡെവലപ്പിംഗ് രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കുറയ്ക്കുകയും ആ കുറച്ച ക്വാട്ട എടുക്കുകയും ചെയ്യുന്നതാണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ഈ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിലൂടെ കിട്ടുന്നത് സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ യൂണിറ്റ് ആണ്. ഓക്കെ, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിലൂടെ കിട്ടുന്നത് CER ഓർ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ യൂണിറ്റ് ആണ്. അടുത്തൊരു ആസ്പെക്ട് ആണ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിന്റെ സെയിം കോൺസെപ്റ്റ് ആണ്. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ എന്താണ്, ഒരു ഡെവലപ്ഡ് രാജ്യം മറ്റൊരു ഡെവലപ്പിംഗ് രാജ്യത്താണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രൊജക്ട് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറക്കുന്നത്. പക്ഷേ
ജോയിന്റ് ഒരേ ഒരു ഡിഫറൻസ്, ഒരു ഡെവലപ്ഡ് രാജ്യം മറ്റൊരു ഡെവലപ്ഡ് രാജ്യത്താണ്. ക്ലീൻ ഡെവലപ്മെന്റിൽ മറ്റൊരു ഡെവലപ്പിംഗ് രാജ്യത്താണെങ്കിൽ ജോയിന്റ് ഇംപ്ലിമെന്റേഷനിൽ ഒരു ഡെവലപ്ഡ് രാജ്യം മറ്റൊരു ഡെവലപ്ഡ് രാജ്യത്ത് തന്നെ ഫണ്ട് ഇറക്കുമ്പം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. അവിടെ വരുന്നത് ERU എമിഷൻ റിഡക്ഷൻ യൂണിറ്റ് ആണ്. അപ്പോൾ മനസ്സിലാക്കുക, ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് മൾട്ടിപ്പിൾ ടൈം ദ ഫോളോയിങ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ദിസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ എമിഷൻ ട്രെയിനിങ്ങിൽ വരുന്നത് അസൈൻഡ് എമൗണ്ട് യൂണിറ്റ് ആണ്. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ വരുന്നത് സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ യൂണിറ്റ് ആണ്. ജോയിന്റ് ഇംപ്ലിമെന്റേഷനിൽ വരുന്നത് എമിഷൻ റിഡക്ഷൻ യൂണിറ്റ് ആണ്, ERU ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെർട്ടൈൻസ് ടു ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം അണ്ടർ ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോളിലെ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ പെർട്ടൈൻ ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. സോ വി ഹാവ് ഗെറ്റിംഗ് സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ ക്രെഡിറ്റ് ഫോർ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ്. ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. സോ ദിസ് ഈസ് ഇറ്റ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം വരും വീഡിയോകളിലും നമ്മൾ ഒരുപാട് PYQസും സംഭവങ്ങളും ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തിയററ്റിക്കൽ ആസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ നടന്ന മാരത്തോൺ വീഡിയോയിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ മാരത്തോണിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാം. വരും ദിവസങ്ങളിലും നമ്മൾ ഒരുപാട് റെഗുലർ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. അപ്പോൾ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു ഐഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. എല്ലാം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. See you again. Thank you.